നമസ്കാരം. സ്പോർട്സ് പിച്ചിലേക്ക് ഏവർക്കും സ്വാഗതം. ഇംഗ്ലണ്ടിനെതിരായ ട്വന്റി പരമ്പരയിലെ നാണം കേട്ട തോൽവിക്ക് പിന്നാലെ ഇന്ത്യൻ ക്രിക്കറ്റിൽ വലിയ അഴിച്ചുപണികൾക്ക് വഴി തുറക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം അംഗങ്ങളുടെയും ടീമിന്റെ പരിശീലക സംഘത്തിന്റെയും പ്രകടനം ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് നേരിട്ട് അവലോകനം ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പരമ്പരയിലെ വ്യാഴാഴ്ച നടന്ന നാലാം ട്വന്റി മത്സരത്തിൽ ഇംഗ്ലണ്ടിനോട് 9 വിക്കറ്റിന് കനത്ത തോൽവി വഴങ്ങിയതോടെ ശ്രേയസ് അയ്യർ നയിക്കുന്ന ഇന്ത്യൻ ടീം തുടർച്ചയായ പരാജയങ്ങൾക്ക് ഒടുവിൽ പരമ്പരയും കൈവിട്ടിരിക്കുകയാണ്. തുടർച്ചയായി പരമ്പരകൾ നഷ്ടപ്പെട്ട ഈ പ്രത്യേക സാഹചര്യത്തിൽ ടീമിന്റെ പ്രകടനത്തെ വളരെ ഗൗരവത്തോടെ വിലയിരുത്താൻ തന്നെയാണ് BCCI തീരുമാനിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇന്ത്യൻ ക്രിക്കറ്റിൽ കടുത്ത തീരുമാനങ്ങൾ വരെ ഉണ്ടായേക്കാമെന്ന് കൃത്യമായ സൂചനയും ബോർഡ് വൃത്തങ്ങളിൽ നിന്ന് പുറത്തുവരുന്നുണ്ട്. കളിക്കാരുടെയും പരിശീലക സംഘത്തിലെ പ്രധാന അംഗങ്ങളുടെയും പ്രകടനം ബോർഡ് കർശനമായി വിലയിരുത്താൻ ഒരുങ്ങുകയാണെന്ന് BCCI വൃത്തങ്ങളെ ഉദ്ധരിച്ച് പ്രമുഖ വാർത്താ ഏജൻസിയായ ANI റിപ്പോർട്ട് ചെയ്തുകഴിഞ്ഞു. നിലവിൽ മുൻ ഇന്ത്യൻ താരം ഗൗതം ഗംഭീർ മുഖ്യ പരിശീലകനായുള്ള ഒരു വലിയ സപ്പോർട്ട് സ്റ്റാഫാണ് ഇന്ത്യൻ ടീമിനൊപ്പമുള്ളത്. ബാറ്റിംഗ് പരിശീലകനായി പ്രാൻഷു കോട്ടക്, ബൗളിംഗ് പരിശീലകനായ ദക്ഷിണാഫ്രിക്കൻ മുൻ താരം മോളി മോർക്കൽ, അസിസ്റ്റന്റ് പരിശീലകനായി റയാൻ ടെൻ ഡോസെറ്റ്, ഫീൽഡിംഗ് പരിശീലകനായി ടിം ദിലീപ്, സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിംഗ് പരിശീലകനായി അഡ്രിയാൻ ലെറു എന്നിവരടങ്ങുന്ന ഈ കോച്ചിംഗ് സംഘം. എന്നാൽ അയർലൻഡിനും ഇംഗ്ലണ്ടിനും എതിരായ പരമ്പരകളിലെ കനത്ത തോൽവികൾക്ക് പിന്നാലെ മുഖ്യ പരിശീലകൻ ഗൗതം ഗംഭീറിന്റെ പ്രവർത്തനങ്ങളും തന്ത്രങ്ങളും ബോർഡിന്റെ കർശന പരിശോധനയ്ക്ക് വിധേയമായിട്ടുണ്ടെന്ന് BCCI വൃത്തങ്ങൾ വ്യക്തമാക്കി. മുഖ്യ പരിശീലകൻ എന്ന നിലയിൽ ഗംഭീറിന് നിലവിലുള്ള കരാർ 2027 വരെയാണെങ്കിലും ഈ രീതിയിലാണ് പ്രകടനമെങ്കിൽ കരാർ കാലാവധി പൂർത്തിയാക്കാൻ ബോർഡ് അനുവദിക്കുമോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. കഴിഞ്ഞ മാർച്ചിൽ തങ്ങളുടെ മൂന്നാമത്തെ ട്വന്റി ലോകകപ്പ് കിരീടം നേടിയതിനു ശേഷം ഇന്ത്യക്ക് ഇതുവരെ ഒരു ട്വന്റി അന്താരാഷ്ട്ര മത്സരം പോലും വിജയിക്കാനായിട്ടില്ല എന്നത് മാനേജ്മെന്റ് വലിയ പരാജയമായാണ് വിലയിരുത്തപ്പെടുന്നത്. ലോക ചാമ്പ്യന്മാരായതിന് തൊട്ടു പിന്നാലെ ഇന്ത്യൻ ക്രിക്കറ്റിന് ഒട്ടും അഭിമാനിക്കാൻ വകയില്ലാത്ത റെക്കോർഡുകളാണ് ടീം സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം അയർലൻഡിനെതിരായ ട്വന്റി പരമ്പരയിൽ അപ്രതീക്ഷിത തോൽവി വഴങ്ങിയ ടീം ചരിത്രത്തിലെ തന്നെ ഏറ്റവും മോശം റെക്കോർഡിന് ഉടമകളായി മാറി. അതിനു പിന്നാലെയാണ് ഇപ്പോൾ ഇംഗ്ലണ്ടിനെതിരായ തുടർച്ചയായ 3 മത്സരങ്ങളിൽ പരാജയപ്പെട്ട് അവർക്ക് തുടർച്ചയായി രണ്ടാമത്തെ പരമ്പര നഷ്ടമായിരിക്കുന്നത്. ട്വന്റി ലോകകപ്പ് നേടിത്തന്ന ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിൽ നിന്ന് നായകസ്ഥാനം ശ്രേയസ് അയ്യറിന് സമ്മാനിച്ച ശേഷം ട്വന്റിയിലെ ഒരു പുതുയുഗം വളരെ ഗംഭീരമായി തുടങ്ങുമെന്നായിരുന്നു ആരാധകരും ബോർഡും ഒരേപോലെ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ഇന്ത്യൻ ടീമിന് ഇതുവരെ തികച്ചും നിരാശാജനകമായ പ്രകടനമാണ് കാഴ്ചവെക്കാനായത്. വിദേശ സാഹചര്യങ്ങളിൽ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് നടത്തുന്നതിലെ പാളിച്ചകൾ, മത്സരത്തിനിറങ്ങുമ്പോൾ കൃത്യമായ തന്ത്രങ്ങളില്ലായ്മ, പ്രധാന കളിക്കാരുടെ ഫോമില്ലായ്മ എന്നിവയെല്ലാം ടീമിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയായി മാറിയിരിക്കുകയാണ്. തുടർച്ചയായ ഈ പരമ്പര തോൽവികൾ ക്രിക്കറ്റ് നിരീക്ഷകരും വിമർശകരും വലിയ ആയുധമാക്കിയിട്ടുണ്ട്.